നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിൽ സ്വാഗതം. നമ്മൾ നോക്കുമ്പോൾ ഇത് ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇത്തരം ന്യൂസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. NBFCs, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. ദെൻ രണ്ടാമത്തെ ആർട്ടിക്കിൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. റീസെന്റ് പറഞ്ഞ പോലെ നമ്മൾ നോക്കുവാണെങ്കിലും ഇന്ത്യൻ കറൻസി ഈ പറഞ്ഞ പോലെ ഒരുപാടധികം ഡോളറിനെതിരെ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് പകരം ഈ പറഞ്ഞ പോലെ ഇപ്പം അതിന് മെയിൻലി കാരണം എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ ഇപ്പം എസ്പെഷ്യലി ആ ഒരു ലാസ്റ്റ് മന്തിലൊക്കെ തന്നെയാണെങ്കിലും ഇന്ത്യയിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ പുറത്തേക്ക് ഈ പറഞ്ഞ ഔട്ട്ഫ്ലോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ടായിരുന്നു. സോ അതേ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഹാപ്പി ന്യൂസ് എന്നോളം വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ വീണ്ടും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റുകളുടെ മീൻസ് ആ ഒരു എമൗണ്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് വീക്ക് ഓഫ് ഡിസംബർ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഈ പറഞ്ഞ അളവ് കൃത്യമായിട്ട് ഇന്ത്യയിൽ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഈ ഒരു ഡോളറിനെതിരായിട്ടുള്ള റുപ്പിക്കെതിരായിട്ട് ഈ പറഞ്ഞ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടൊക്കെ തന്നെ സഹായിക്കുന്ന ഒരു ഘടകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സ് അതിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റുകൾ ആ ഒരു ടോപ്പിക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രണ്ട് ആർട്ടിക്കിൾസും ഫസ്റ്റ് രണ്ട് ആർട്ടിക്കിൾസും എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതും ഈ രണ്ട് ആർട്ടിക്കിൾസ് നമ്മുടെ ഇന്നത്തെ ബിസിനസ് ലൈൻ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ഫിലിംസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ആർട്ടിക്കിൾസ് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹിന്ദു ന്യൂസ് പേപ്പറിനെ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഹിന്ദുവിനകത്തും അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദുവിന്റെ തന്നെ ബിസിനസ് ലൈനിലുള്ള ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് നമ്മൾ ചേർത്തിട്ടായിരിക്കും ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ നമ്മൾ DN ഒക്കെ തന്നെ എടുക്കുന്നത്. ദെൻ മൂന്നാമത്തെ ടോപ്പിക്ക് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ വന്നിരുന്ന ആർട്ടിക്കിളാണ്. GS2 ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ് ഇന്ത്യ സ്കില്ലിംഗ് ഇനീഷ്യേറ്റീവ്സ്. അതായത് ഇന്ത്യയുടെ യൂത്ത് ഈ പറഞ്ഞ പോലെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. റീസെന്റ് പറഞ്ഞ പോലെ നമ്മുടെ നടന്ന ബഡ്ജറ്റിനകത്താണെങ്കിലും അല്ലെങ്കിൽ ഈ വർഷം പബ്ലിഷ് ചെയ്ത എക്കണോമിക് സർവേക്കകത്തൊക്കെ ആണെങ്കിലും ആ ഒരു അൺഎംപ്ലോയ്മെന്റിന്റെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന 2047 ഇന്ത്യക്ക് ആ ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറണമെങ്കിൽ, വികസിത ഭാരത് എന്നുള്ള ആ ഒരു സങ്കല്പം ഈ പറഞ്ഞ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂത്തിന് ഒരുപാടധികം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും ബേസിക് ആയിട്ടുള്ള സ്കില്ലുകൾ കൊടുത്തിട്ടുള്ള ഈ പറഞ്ഞ ഇമ്പാർട്ട് ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് ആയിരിക്കണം നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അല്ലെങ്കിൽ അത് ടെമ്പററി എംപ്ലോയ്മെന്റ് ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ സ്കില്ലിംഗ് ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ചിട്ട് നമുക്ക് ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ വാർത്ത വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ഇനീഷ്യേറ്റീവ്സ് ആണ്, എന്താണ് അതിന്റെ മീൻസ് അങ്ങനെ സ്കില്ല് കൊടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ആ ഒരു ടോപ്പിക്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഇതിൽ നിന്നും ഒരു മോഡൽ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടൈം ഉള്ളതുകൊണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ബിസിനസ് ലൈൻ മാഗസിനിൽ വന്നിരുന്ന ആർട്ടിക്കിളാണ്. ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്നതാണ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് റേസ് ഫണ്ട്സ് വയ ECBs. ECB എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കീവേഡ്. അതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ECB എന്ന് പറയുന്നതാണ് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് ആസ് ബാങ്ക്സ് ടൈറ്റൻ ലോൺ പൈപ്പ് ലൈൻ എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ഈ ECB എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ PYQസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയേക്കാവുന്ന ഒരു ടോപ്പിക്കാണ് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സിലൂടെ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് നേരിടേണ്ടി വരുന്ന ഈ പറഞ്ഞ പോലെ ചലഞ്ചസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി നമുക്കിവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ആ വാർത്തയിൽ ഉപരിയായിട്ട് മെയിൻലി പറഞ്ഞ പോലെ നമുക്ക് നോക്കേണ്ട എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സിനെ കുറിച്ചിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ലാർജ് എമൗണ്ടുകളൊക്കെ ആയിരിക്കും ഇവിടെ ബോറോ ചെയ്യുന്നു. അതും കമ്പനികൾക്കും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ബോറോ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡാണ് ഈ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്. എക്സ്റ്റേണൽ എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്ന ഫോറിൻ ആണ്, അല്ലെ? ഇപ്പം ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ബൗണ്ടറിയിൽ നിന്നും പുറത്ത് പോയിട്ട് നമ്മൾ ബോറോ ചെയ്യുന്നതിനെ, കടം എടുക്കുന്നതിനെയാണ് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് എന്നറിയപ്പെടുന്നത്. അതായത് ഒരു ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള കമ്പനികൾക്കൊക്കെ വേണമെങ്കിൽ വിതിൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്റേണൽ ബോറോയിങ്സ് ആയിട്ട് മാറും. അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് കടമെടുക്കുമ്പോഴേക്കും അത് എക്സ്റ്റേണൽ ബോറോയിങ്സ് ആയിട്ട് മാറും. ഈ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് ചെയ്യുമ്പോഴേക്കും കമ്പനികൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൈഡർ ലെൻഡേഴ്സിന്റെ അടുത്ത് സമീപിക്കാൻ സാധിക്കും. വൈഡർ ലെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യക്കകത്ത് ഈ പറഞ്ഞ പോലെ ഇവർ കടം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ലെൻഡേഴ്സ് പറഞ്ഞാൽ കടം കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ, അത് വല്ല ഒന്നോ രണ്ടോ ആളുകൾ അല്ലെങ്കിൽ ചുരുങ്ങിയ ആളുകൾ മാത്രം, അല്ലെങ്കിൽ ചുരുങ്ങിയ കമ്പനികൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതുപോലുള്ള വലിയ വലിയ എമൗണ്ടുകൾ. നമ്മളിവിടെ കൊമേഴ്ഷ്യൽ ബോറോയിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പോയി ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോണുകളുടെ എമൗണ്ട് എന്ന് വിചാരിക്കരുത്. വലിയ വലിയ തുകകളാണ് ഇവിടെ ലോണായിട്ട് എടുക്കുന്നത്. അത്രയും വലിയ എമൗണ്ട് കടം കൊടുക്കാനായിട്ടൊക്കെ തന്നെ കേപ്പബിലിറ്റി ഉള്ള ലെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ വളരെ കുറവാണ്. ചുരുക്കം ചില ലെൻഡേഴ്സ് മാത്രമേ അത്ര ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവൈലബിലിറ്റി താരതമ്യേന കുറവായിരിക്കും. ഏതൊരു വസ്തുവിന്റെ അവൈലബിലിറ്റി, ഡിമാൻഡിനനുസരിച്ച് അവൈലബിലിറ്റി നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ മൂല്യം ഉയരും, അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് ഉയരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലൊക്കെയുള്ള കമ്പനികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും ബോറോ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് കൂടുതൽ പലിശ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ബിക്കോസ് അതിന് കേപ്പബിൾ ആയിട്ടുള്ള ലെൻഡേഴ്സിന് എണ്ണം കുറയുന്നതുകൊണ്ടിട്ടാണ് പലിശ കൂടുതലും കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ
രാജ്യത്തുള്ള വൻകിട മീൻസ് വലിയ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബോറോ ചെയ്യുന്ന എൻറ്റിറ്റീസിന് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് വിദേശത്ത് പോയി കടമെടുക്കുക എന്ന് പറഞ്ഞാൽ. ബിക്കോസ് വിദേശത്ത് പോയി കടമെടുക്കുമ്പോഴേക്കും അവിടെ ഇത്തരത്തിൽ വലിയ വലിയ എമൗണ്ടുകൾ കൊടുക്കാൻ തയ്യാറ് നിൽക്കുന്ന ഒരുപാടധികം കമ്പനീസ് അല്ലെങ്കിൽ ഒരുപാടധികം ലെൻഡേഴ്സിനെയും ഇൻസ്റ്റിറ്റ്യൂഷനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിമാൻഡിനേക്കാൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഡിമാൻഡിനനുസരിച്ച് തന്നെ ഈ പറഞ്ഞ സപ്ലൈ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രൈസ് നോർമലി ഇച്ചിരി താഴത്തേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തുള്ള കമ്പനികൾക്ക് പുറത്ത് പോയി കടമെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഒരു കടമെടുക്കുന്നതിന് അത്രയും പലിശ അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് കടമെടുക്കുകയാണെങ്കിൽ 10% കൊടുക്കേണ്ടതെങ്കിൽ മേ ബി അതേ എമൗണ്ടിന് ഈ പറഞ്ഞാൽ വിദേശത്ത് നിന്ന് കടമെടുക്കുകയാണെങ്കിൽ 6%, 7%, അത്ര ഒരു ചെറിയൊരു ലോവർ റേറ്റിൽ അവർക്ക് കിട്ടാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് അത്ര ലോവർ റേറ്റും വിദേശത്ത് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സപ്ലൈ കൂടുതലായിരിക്കും. ഇതിന്റെ സപ്ലൈ ആണ് ലോൺ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എണ്ണം താരതമ്യേന വിദേശങ്ങളിൽ കൂടുതലാണ്. ഇതാണ് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ അട്രാക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഈ നമ്മുടെ രാജ്യത്തുള്ള കമ്പനികൾക്ക് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് നൽകുന്ന എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷേ ഇത്തരത്തിൽ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സിലൂടെ നമ്മൾ ഒരുപാടധികം പൈസ കടം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ വരാൻ പോകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചലഞ്ചസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം എന്തൊക്കെയാണ് ചലഞ്ചസ്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RBI ആണ് ഈ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് ഇന്ത്യയിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. RBIയുടെ അനുവാദത്തോടു കൂടിയൊക്കെ മാത്രമേ അല്ലെങ്കിൽ RBIയുടെ സമ്മതത്തോടു കൂടി മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് ഒക്കെ തന്നെ ഒരുപാടധികം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ലിമിറ്റ് എപ്പോഴും RBI വെക്കാറുണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ RBI പലപ്പോഴും സമ്മതിക്കാറില്ല. സോ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. സോ ECBs ഓർ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് റെഫേഴ്സ് ടു ബോറോയിങ്സ് ഓഫ് ഫണ്ട്സ് ബൈ ഇന്ത്യൻ കമ്പനീസ് ഫ്രം ഫോറിൻ സോഴ്സസ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇൻ ദ ഫോം ഓഫ് അത് ലോണുകളാകാം അല്ലെങ്കിൽ ബോണ്ടുകളാകാം. കടപ്പത്രങ്ങളാണ് ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ കടപ്പത്രങ്ങൾ. നമ്മൾ ബോണ്ട് വിദേശത്ത് ഈ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സിനുള്ള ബോണ്ടുകളുണ്ട്. അത് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട് അവിടുന്ന് പൈസ കണ്ടെത്താറുണ്ട്. അല്ലെങ്കിൽ നോർമൽ ലോണുകളായിട്ട് പൈസ എടുത്താറുണ്ട്. അല്ലെങ്കിൽ മറ്റു പല ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പുറത്തുനിന്ന് കടമെടുക്കാറുണ്ട്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്പനികളുടെ ഈ പറഞ്ഞ പോലെ ബിസിനസ് എക്സ്പാൻഷൻ ആകാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ എന്തെങ്കിലും ഒരു പുതിയ അസറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ലൈക്ക് അവരുടെ കമ്പനി ഈ പറഞ്ഞ പോലെ പുതിയ എന്തെങ്കിലും മെഷീനറീസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, അതിനുള്ള കടമായിട്ട് വേണമെങ്കിൽ ഉദ്ദേശിക്കാം ഈ ലോണുകളും കാര്യങ്ങളും. അല്ലെങ്കിൽ ഇവർ ഈ കമ്പനിക്കുള്ള എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡെപ്റ്റ് അടച്ചു തീർക്കുന്നതിന്റെ ഭാഗമായിട്ട് എടുക്കുന്ന ലോണുകളാകാം. അങ്ങനെ പല രീതിയിലുള്ള പർപ്പസ് ആകാം ഈ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സിനുള്ളത്. ഇതിന്റെ സോഴ്സസ് ഞാൻ പറഞ്ഞ പോലെ വിദേശങ്ങളിലാകുമ്പോൾ ഒരുപാട് സോഴ്സ് അവൈലബിൾ ആണ്. ലൈക്ക് ഫോറിൻ ബാങ്കുകളുടെ സ്ഥാപനത്തിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ തന്നെ കടമെടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോറിൻ സബ്സിഡീസ് ഓഫ് ഇന്ത്യൻ കമ്പനീസ്. ചില ഇന്ത്യൻ കമ്പനീസിന് തന്നെ ഫോറിൻ സബ്സിഡറീസ് ഈ പറഞ്ഞ വിദേശത്ത് കടം കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുണ്ടാവും. അവിടുന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത്തരത്തിൽ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് ഒക്കെ തന്നെ ഇവർക്ക് എടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കാം. അപ്പം നോർമലി എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് നമ്മൾ വിദേശത്ത് പോയി കടമെടുക്കുമ്പോൾ നമുക്ക് നോർമലി പറയുവാണെങ്കിൽ ഇന്ത്യൻ റുപ്പിയിലല്ല കിട്ടുന്നത്. അത് യൂഷ്വലി ഈ പറഞ്ഞ പോലെ ഡോളറിലൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർമലി ഈ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പൈസ അവർ പുറത്ത് പോയി എടുത്തെന്ന് പറഞ്ഞാൽ ആ പൈസ കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് വരണമല്ലോ. അപ്പോൾ ആ പൈസ എന്ന് പറയുമ്പോഴേക്കും ഡോളറാണ്. ആ ഡോളർ കൊണ്ട് ഇന്ത്യയിലേക്ക് വരും. നോർമലി ഡോളർ ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക് ഡോളറിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും അപ്രീഷിയേറ്റ് ചെയ്യും. ബിക്കോസ് ആ ഒരു ടൈമിൽ ഡോളറുമായിട്ട് എല്ലാവരും ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും എല്ലാവരുടെയും ആവശ്യകത എന്ന് പറയുന്നത് അതെങ്ങനെയെങ്കിലും ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ആവശ്യകത അല്ലെങ്കിൽ ഡിമാൻഡ് ഏതിന് കൂടുന്നു, ഇന്ത്യൻ റുപ്പിക്ക് കൂടും. ഏതൊരു വസ്തുവിന്റെ ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ അതിന്റെ മൂല്യം കൂടും. ആ മൂല്യം കൂടുന്നതാണ് ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഡോളറിന് 85 രൂപയായിരുന്നു വിചാരിക്കാം. ഈ പറഞ്ഞ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് ഒക്കെ ചെയ്ത ആളുകൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഒരു ഡോളർ ഈ പറഞ്ഞ പോലെ 80 രൂപയായിട്ട്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, 80 രൂപയായിട്ട് മാറാം. ഇത്തരത്തിൽ 85 നിന്ന് 80ലേക്ക് മാറുന്നതാണ് റുപ്പി അപ്രീസിയേഷൻ. എന്തുകൊണ്ട് റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടൈമിൽ ഡോളേഴ്സ് ആർ കമ്മിങ് ടു അവർ കൺട്രി ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു ഇൻക്രീസ് ഡിമാൻഡ് ഫോർ ഇന്ത്യൻ കറൻസി എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ആൻഡ് ദാറ്റ് ഇൻക്രീസ് ഡിമാൻഡ് വിൽ ലീഡ് ടു അപ്രീസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി അഗെയിൻസ്റ്റ് ഡോളർ. സോ ആ ഒരു ടൈം പീരിയഡിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് കുറച്ച് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പോയിന്റ് ഓഫ് വ്യൂ നല്ലതാണ്. ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ക്രിയേറ്റ് സം കൈൻഡ്സ് ഓഫ് ചലഞ്ചസ്. കാരണം നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഇമ്പോർട്ട് ബില്ലും കാര്യങ്ങളൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് പുറത്തുനിന്നൊക്കെ ഇറക്കുമതി ചെയ്യുമ്പോഴേക്കും 85 രൂപയുടെ സാധനത്തിന് ഇനി മുകളിൽ എത്ര കൊടുത്താൽ മതി, 80 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഇമ്പോർട്ട് ബില്ലൊക്കെ താരതമ്യേന കുറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ അത് കൂടുതൽ നെഗറ്റീവായിട്ടാണ് വരാറുള്ളത്. കാരണം ഇത്തരത്തിൽ ഇമ്പോർട്ട് ബില്ല് കുറയുമ്പോഴേക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയും അവിടെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേ അതുപോലെ തന്നെ ഈ ഒരു ടൈം പീരിയഡിൽ നമ്മുടെ എക്സ്പോർട്ട് ഈ പറഞ്ഞ പോലെ ഇച്ചിരി കുറയാനും ചാൻസ് ഉണ്ട്. ബിക്കോസ് എക്സ്പോർട്ടേഴ്സിന് ഡീമോട്ടിവേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസുകളും ഈ അപ്രീസിയേഷൻ ഉണ്ടാക്കും. അപ്പോൾ എനിവേ ഈ പറഞ്ഞ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സിലൂടെ വേണമെങ്കിൽ ഇന്ത്യൻ റുപ്പിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കാര്യം ഒക്കെ എങ്ങനെയാണ്, അതൊക്കെ വേണമെങ്കിൽ പ്രിലിംസിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് ക്യാൻ ലീഡ് ടു അപ്രീസിയേഷൻ ഓഫ് ഇന്ത്യൻ കറൻസി. അതിന്റെ ഉത്തരവാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ പോലെ വേറൊരു തരത്തിലുള്ള എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് ഉണ്ട്, ദാറ്റ് ടു ഡിനോമിനേറ്റഡ് ഇൻ ഇന്ത്യൻ റുപ്പീസ്. ഇന്ത്യൻ റുപ്പിയിൽ ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നോർമൽ കേസാണ്. നോർമൽ കേസിൽ നമുക്ക് ഡോളറിലാണ് കടം മേടിക്കാൻ പറ്റുന്നത്. പക്ഷേ നമുക്ക് ഇന്ത്യൻ റുപ്പിയിലും കടം മേടിക്കാൻ പറ്റും. അതിനെ മസാല ബോൺസ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. മസാല ബോൺസ് എന്ന് പറയുമ്പോഴേക്കും വിദേശത്തെ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സിൽ ഉപയോഗിക്കുന്നു. അത് ഇന്ത്യൻ റുപ്പിയിൽ കടം മേടിക്കുന്നത്.
ഇപ്പം നമ്മൾ വിദേശത്ത് ഡോളർ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് കൈമാറ്റം ചെയ്യണമല്ലോ, മീൻസ് കൺവേർട്ട് ചെയ്യണം. അതേപോലെ ഇത് തിരിച്ചടയ്ക്കാൻ നേരം നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ തിരിച്ചടയ്ക്കാൻ നേരമൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും റുപ്പി ഈ പറഞ്ഞ പോലെ വലിയ രീതിയിൽ ഡിപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കടം കൊണ്ടുപോയി തിരിച്ചടയ്ക്കുമ്പോൾ അത് വലിയൊരു ആഘാതം ഉണ്ടാക്കാനായിട്ട്, ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ ഈ കൺവേർഷൻ്റെ റിസ്കുകൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഈ മസാല ബോണ്ടുകൾ പോലെയുള്ള ഇന്ത്യൻ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ടുകൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ നിലവിൽ ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ കമ്പനികളൊക്കെ തന്നെ ബോറോ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ മസാല ബോണ്ടുകളിലെ ഇന്ത്യൻ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ടുകൾ ഉപയോഗിച്ച് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് ചെയ്യുമ്പോൾ നമുക്ക് കടം നൽകുന്ന വ്യക്തിയിലേക്ക് നമ്മൾ ആ ഒരു കറൻസി കൺവേർഷൻ റിസ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കാം. എനിവേ ഇന്ത്യയിൽ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് ഈ പറഞ്ഞ പോലെ ആർ ബി ഐയുടെ റെഗുലേറ്ററിയുടെ കീഴിൽ വരുന്നതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ള കുറേ ചലഞ്ചസ് നിൽക്കുന്ന കാരണം ആർ ബി ഐ അത് റെഗുലേറ്റ് ചെയ്തില്ല എങ്കിൽ ആളുകൾ ഒരുപാടധികം എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് ഉപയോഗിക്കാനായിട്ടും അതുവഴി ഇന്ത്യൻ റുപ്പി ഈ പറഞ്ഞ പോലെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ അപ്രീസിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ട് കുറഞ്ഞേക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതുവഴി അത് മാത്രമല്ല ഇന്ത്യ ഒരുപാട് അത് ഇമ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സാഹചര്യവും അത് ഇടയാക്കിയേക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അതുകൊണ്ടൊക്കെയാണ് ഈ കാര്യങ്ങളെ ആർ ബി ഐ എപ്പോഴും മോണിറ്റർ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അടുത്തതായിട്ട് ഇതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് പറയുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ലാർജ് വോളിയംസ് ഓഫ് ഫണ്ട് കണ്ടെത്താനുള്ള ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് വിദേശത്ത് ഈ പറഞ്ഞ പോലെ പലിശ കുറഞ്ഞ് കിട്ടും, ഒരുപാട് ഫണ്ടേഴ്സിന് ഈ പറഞ്ഞ അവൈലബിൾ ആണ്. റിലേറ്റീവ്ലി ലോങ് ടേമിൽ ഈ പറഞ്ഞ ഒരുപാട് ദീർഘനാളത്തേക്കും ഫണ്ടുകൾ വിദേശങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ലോവർ ആയിരിക്കും, ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് പറയുന്നത് നോർമലി ഫോറിൻ കറൻസീസിനാണ്. ആ ഒരു കറൻസീസിലൊക്കെ തന്നെ കിട്ടുന്ന ഈ പറഞ്ഞ പോലെ മീൻസ് വിദേശത്തൊക്കെ തന്നെ കടം മേടിക്കുവാണെങ്കിൽ പല കമ്പനികളും ചെയ്യാറുള്ളതാണ്. വിദേശത്ത് പോയി ഇത്തരത്തിൽ ലോൺ എടുക്കും, എന്നിട്ട് അത് ഡോളർ തന്നെയാണല്ലോ കിട്ടുന്നത്. ആ ഡോളർ ഉപയോഗിച്ചാൽ അവിടെ തന്നെ മെഷീൻസ് വാങ്ങും. ഇപ്പം യു എസ് നിന്ന് വാങ്ങിയിട്ടൊരു മെഷീനറി എന്ന് വിചാരിച്ചു, ഇവിടെ നമ്മൾ ഇന്ത്യൻ റുപ്പി കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് യു എസിലേക്ക് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആ കൺവേർഷൻ്റെ റിസ്ക് അവിടെ വരുന്നുണ്ട്. അതിന് പകരം യു എസിൽ പോയിട്ട് ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് ലോൺ മേടിക്കുന്നു, ആ പൈസ കൊണ്ട് അവിടുത്തെ കമ്പനിയുടെ കയ്യിൽ നിന്ന് മെഷീനറി മേടിച്ചിട്ട് തിരികെ പോരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് കമ്പനികൾക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിലൂടെ ഒരുപാട് റിസ്ക് ഇരിപ്പുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് ആണ് കറൻസി കൺവേർഷൻ, എക്സ്ചേഞ്ച് റിസ്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കടം മേടിച്ചിട്ട് തിരികെ കൊടുത്തില്ല എങ്കിൽ അതൊക്കെ ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് റിസ്ക്, സോവറിൻ റിസ്കിലേക്കൊക്കെ തന്നെ പോകാനായിട്ടുള്ള ചാൻസുകളുണ്ട്. പിന്നെ ഓരോ സമയങ്ങളുടെ ഈ പറഞ്ഞ പോലെ ആർ ബി ഐയുടെ ഒക്കെ ആണെങ്കിലും റെഗുലേഷൻസ് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ ഒരുപാട് ബോറോ ചെയ്യുന്നതിൽ നിന്നും കമ്പനികളെ വിലക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. അപ്പോൾ റെഗുലേറ്ററി റിസ്ക്കും ക്രെഡിറ്റ് റിസ്ക്കും സോവറൻ റിസ്ക്കും എക്സ്ചേഞ്ച് റിസ്കുകളൊക്കെ തന്നെ ഇതിന്റെ ചലഞ്ചസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കമ്പോണൻസ് ആണ്. ബട്ട് ഇറ്റ് ഓൾസോ ക്രിയേറ്റ് സെവറൽ കൈൻഡ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്ത്യൻ കമ്പനീസ് ലൈക്ക് ദോസ് വി ഡിസ്കസ്ഡ്. അപ്പോൾ ഇതുപോലുള്ള ബെനിഫിറ്റ്സുകളും ഉണ്ട്, അതേ സ്ഥാനത്ത് കുറച്ച് ചലഞ്ചസും ഉണ്ടെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് ഒക്കെ തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഫിലിംസിനൊക്കെ നമുക്ക് അത്രത്തോളം ആവശ്യം വരാവുന്നതാണ്. ഓക്കെ, പി വൈ ക്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. സോ ഇത് നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. ഇതും എക്കണോമിക്സ് തന്നെയാണ്. നമ്മുടെ ആ ഒരു ബിസിനസ് ലൈൻ മാഗസിനിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. എഫ് പി ഐസ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സ് റിട്ടേൺ ടു ഇന്ത്യൻ ഇക്വിറ്റീസ് ഇൻഫ്യൂസ് റുപ്പീസ് 24,453 crore ഇൻ ഡിസംബർ എന്നുള്ളതാണ് ആർട്ടിക്കിളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു എമൗണ്ടും കാര്യങ്ങളും നമുക്ക് അത്ര ആവശ്യമല്ല, ബട്ട് ആ ഒരു നല്ലൊരു ന്യൂസ് ആണ് അതല്ലേ. തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു ന്യൂസ് തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, എഫ് പി ഐസ് ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്യുന്നു, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിൽ റിട്ടേൺ ചെയ്യുന്നു. ഇതിന് രണ്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും. ബിക്കോസ് ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് പോലെ തന്നെയാണ് പുറത്തുനിന്ന് ഫണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡോളറിന്റെ രൂപത്തിൽ ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഫണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇന്ത്യൻ റുപ്പി പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ഇന്ത്യൻ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം ഇരിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ട് ബില്ലൊക്കെ തന്നെ താരതമ്യേന കുറഞ്ഞേക്കാം. പക്ഷേ ഇതൊക്കെ തിയറട്ടിക്കലിയാണ്, റിയാലിറ്റിയിൽ ഇതെല്ലാം നടക്കണം ഒരു നിർബന്ധമില്ല. ബട്ട് തിയറട്ടിക്കലി നമുക്ക് പറയാം ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ല് കുറയുമെന്ന് പറയാം. പക്ഷേ ഇന്ത്യയിൽ നോർമലി കാണുന്ന ഇത്തരത്തിൽ അപ്രീസിയേഷൻ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ താരതമ്യേന ഒരുപാട് അത് ഇമ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ കിട്ടുന്ന ബെനിഫിറ്റ് ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ ആ ഒരു ഇതിലേക്ക് നള്ളിഫൈ ചെയ്ത് പലപ്പോഴും പോകാറുണ്ട്. പിന്നെ പറ്റി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ട് താരതമ്യേന കുറയും. ബിക്കോസ് ഈ ഒരു അപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ അത് എക്സ്പോർട്ടേഴ്സിന് അത് ഡീമോട്ടിവേഷനാണ്. ഇപ്പോൾ 85 രൂപ കിട്ടിക്കൊണ്ടിരുന്ന 80 രൂപ കിട്ടുന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ അത് അവർക്ക് ഡീമോട്ടിവേഷനാണ്. സോ എക്സ്പോർട്ട് താരതമ്യേന കുറഞ്ഞു പോയേക്കാം. പിന്നെ അപ്പം ഒന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ തിയറട്ടിക്കലെങ്കിലും പറയാം ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ല് കുറയാം എന്നുള്ളത് പറയാം. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എവിടെ ഇരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് പി ഐകൾ എസ്പെഷ്യലി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പഠിക്കുന്നതാണ് പാസീവ് ഫണ്ടുകൾ. പാസീവ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ നിമിഷം നേരത്തേക്ക് ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഇന്ന് വന്നു കഴിഞ്ഞാൽ നാളെ തന്നെ, അതായത് ഇന്ന് നാളെ വെക്കേണ്ട കാര്യമില്ല, വന്നു ചിലപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ ചിലപ്പം എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് ഇന്ത്യയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, എക്കണോമി റിലേറ്റഡ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ഇന്ത്യയിൽ നിന്ന് ഈ പറഞ്ഞ ഫണ്ടും കൊണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്തരത്തിൽ പാസീവ് ആയിട്ടുള്ള ഫണ്ടുകളാണ്, വളരെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഷോർട്ട് ടേമിലേക്കുള്ള ഫണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഹോട്ട് മണി എന്ന് വിശേഷിപ്പിക്കുന്നതും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റിനെയാണ്. പക്ഷേ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റുകൾ ഒരു രാജ്യത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ എക്കണോമി താരതമ്യേന സ്റ്റേബിൾ ആണ് എങ്കിൽ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു മാസം ഇപ്പം നിലവിൽ ഇന്ത്യയിൽ ഒരുപാട് എഫ് പി ഐസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറിംഗ് ദിസ് ടൈം ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു എക്കണോമി താരതമ്യേന മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറച്ച് സ്റ്റേബിൾ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് ഫണ്ട് വരാനുള്ള കാരണം വേറൊന്നുമില്ല. ഇപ്പോൾ യു എസിന്റെ ഇലക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടതാണ്. അവിടെ
ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം അടുത്ത മാസം ഈ പറഞ്ഞ അധികാരത്തിലേക്ക് കയറും. അപ്പോൾ അദ്ദേഹം ഈ ഇടയ്ക്ക് പറഞ്ഞ ഒരു വാർത്ത ഉണ്ടായിരുന്നു, US-ലേക്ക് ഈ പറഞ്ഞ പോലെ ചൈനയിൽ നിന്നൊക്കെ തന്നെ വരുന്ന വസ്തുക്കൾ മേൽ താരിഫും കാര്യങ്ങളൊക്കെ ഈടാക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വന്നു, അങ്ങനെ ഒരു ന്യൂസ് വന്നത് ചൈനീസ് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടങ്ങളിൽ നിന്നൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഫണ്ടുകൾ, അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റുകളിലും ഇക്വിറ്റീസിലൊക്കെ ഉണ്ടായിരുന്ന ഫണ്ടുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ എങ്ങോട്ടേക്ക് വരുന്നത്, താരതമ്യേന ഇച്ചിരി സ്റ്റേബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ എക്കണോമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ പറഞ്ഞ ഇത്രത്തോളം വലിയ തുക ഡിസംബറിലെ ഫസ്റ്റ് വീക്കിൽ തന്നെ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വാർത്ത കാണുന്നത്. അപ്പോൾ മെയിൻലി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, അതിലൂടെ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്, ചലഞ്ചസ്, ഇതാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് റെഫേഴ്സ് ടു ഇൻവെസ്റ്റ്മെന്റ്സ് മെയ്ഡ് ബൈ ഫോറിൻ എൻറ്റിറ്റീസ് ഇൻ ദ ഫിനാൻഷ്യൽ അസറ്റ്സ് ഓഫ് എ കൺട്രി സച്ച് ആസ് സ്റ്റോക്ക്, ബോണ്ട്സ്, അതർ സെക്യൂരിറ്റീസ് ഒക്കെ നിക്ഷേപിക്കുന്നതിനെയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് അറിയപ്പെടാറുള്ളത്. ഇവ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് പോലെയല്ല. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആണ്, ലോങ് ടേം ആയിട്ടുള്ള ഫണ്ടുകളാണ്. ബട്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ടു ആൻ എക്സ്റ്റെന്റ് മോർ പാസീവ് ആണ്, ഷോർട്ട് ടേം ആണ്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ നിമിഷ നേരത്തേക്ക് മാത്രമേ അവർ നിൽക്കുകയുള്ളൂ. എന്തെങ്കിലും ശുഭവാർത്ത വരുമ്പോഴേക്കും അവർ ഇങ്ങോട്ടേക്ക് വരും, എന്തെങ്കിലും നെഗറ്റീവ് വാർത്തകൾ പെട്ടെന്ന് എക്കണോമിയിൽ വന്നു കഴിഞ്ഞാൽ അവർ ഇന്ത്യയിൽ നിന്ന് ഫണ്ട് പിൻവലിച്ച് പുറത്തേക്ക് പോകാനുള്ള ചാൻസുകളുണ്ട്. പക്ഷേ FPI വരുന്നു, അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ആക്ട്സ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. ഇൻവെസ്റ്റേഴ്സിന്റെ എക്കണോമിയിലുള്ള കോൺഫിഡൻസിനെയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സൂചിപ്പിക്കുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നിലവിൽ ഇന്ത്യയുടെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് പോളിസി പ്രകാരം ഏതെങ്കിലും ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ നമ്മുടെ ഇവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ച് അതിന് 10% കൂടുതൽ ഷെയർ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് FPI വിൽ ബി കൺവേർട്ടഡ് ടു ബി എസ് FDI. ഓക്കെ, ആ പോയിന്റ് ഓർത്തിരിക്കണം കേട്ടോ, അത് ഒരു തവണ POയ്ക്ക് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ FPI പോളിസി പ്രകാരം ഏതെങ്കിലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനിയുടെ ഈ പറഞ്ഞ പോലെ 10% കൂടുതൽ ഷെയർ ഈ പറഞ്ഞ പോലെ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് FPI വിൽ ബി ട്രീറ്റഡ് ടു ബി ആസ് FDI. ബിക്കോസ് 10% ഒരു കമ്പനിയുടെ തന്നെ 10% കൂടുതൽ ഷെയർ അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്ററിന് ആ കമ്പനിയിൽ അത്യാവശ്യം താല്പര്യമുണ്ട്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കത്തില്ല പുള്ളി അത്രത്തോളം തുക ഈ പറഞ്ഞത്, വലിയൊരു തുകയായിരിക്കും, അത്രയും തുക ഈ പറഞ്ഞ ഒരു കമ്പനിയിലായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ടാവും. അതൊക്കെ കൊണ്ട് തന്നെയാണ് ആ ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേറ്റർ ദാൻ 10% ഒരു ഇൻഡിവിജ്വൽ കമ്പനിയിലായി കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടായിരിക്കും പരിഗണിക്കാനായിട്ട് പോകുന്നത്. സോ എനിവേ ദെൻ ഈ പറഞ്ഞ പോലെ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇന്ത്യയിലേക്ക് ഒരുപാടധികം ക്യാപിറ്റൽ ഇൻഫ്ലോ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിലൂടെ ഈ പറഞ്ഞ നമുക്ക് ഇന്ത്യൻ റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡോളറിനെതിരെ ഇച്ചിരി സ്ട്രെങ്തൻ ചെയ്യാനുള്ള ചാൻസുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി തന്നെ അവർ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ് പഠിച്ച അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ആൻഡ് ഒരുപാട് ഫണ്ട് വരുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഇന്ത്യയിലെ കമ്പനികൾക്കൊക്കെയാണെങ്കിലും ഗ്രോത്തിന് സഹായിക്കുന്നതാണ്. ബിക്കോസ് ഫണ്ട് ഓൾവേസ് ക്രിയേറ്റ്സ് ഗ്രോത്ത്. ആ ഒരു ഗ്രോത്തിലൂടെ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഇന്ത്യയിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ജനറേറ്റ് ചെയ്യാനായിട്ടും അതുവഴി പറഞ്ഞാൽ ഇന്ത്യയുടെ GDP-യിലൊക്കെ തന്നെയാണെങ്കിലും വർധനവ് കൊണ്ടുവരാനായിട്ടും ഒക്കെ തന്നെയുള്ള ഒരു പോസിബിലിറ്റി അവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഫോറിൻ എക്സ്ചേഞ്ചിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ഗെയിൻ ഈ പറഞ്ഞ പോലെ തൊട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡോളറൊക്കെ വരുമ്പോഴേക്കും ഒബ്വിയസ്ലി ചില സമയങ്ങളിൽ RBI മാർക്കറ്റിൽ ഈ പറഞ്ഞ ഡോളർ ബൈബാക്ക് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ എക്സ്ചേഞ്ച് റിസർവിലൊക്കെ തന്നെ ഈ പറഞ്ഞ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിലൊക്കെ തന്നെ രാജ്യത്ത് വർദ്ധിക്കാനായിട്ടുള്ള ചാൻസുകളും ഇത്തരത്തിലുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ വർദ്ധിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ബിക്കോസ് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഷോക്കുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നേരിടാനായിട്ടുള്ളതാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകളൊക്കെ തന്നെ വളർത്തിയെടുക്കാനായിട്ടും ഇങ്ങനെയുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനായിട്ടുള്ളതും മെയിൻലി പറഞ്ഞ പോലെ. പക്ഷേ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതുപോലെ അഡ്വാൻറ്റേജ് പോലെ തന്നെ നെഗറ്റീവ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിമിഷ നേരം കൊണ്ട് ഇവർ ഇന്ത്യ പോകാനുള്ള ചാൻസ് ഉള്ളത്, അതുകൊണ്ടാണ് ഹോട്ട് മണി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ വന്ന ഫണ്ടുകളൊക്കെ നിമിഷ നേരം കൊണ്ട് പോയി കഴിയുമ്പോഴേക്കും ഇന്ത്യൻ റുപ്പിക്ക് എന്ത് സംഭവിക്കും? ഡിപ്രീസിയേഷൻ സംഭവിക്കും. വരുമ്പോൾ അപ്രീസിയേഷൻ സംഭവിക്കുമെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴേക്കും അത് ഡിപ്രീസിയേഷൻ സംഭവിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഒരു ഡോളറിന് $1 ഈക്വൽ ടു 85 എന്നുണ്ടായിരുന്നത് $1 ഈക്വൽ ടു 90 റുപ്പീസ് ഈ റേഞ്ചിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ വായി കഴിയുന്നതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ല് വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. പിന്നെ തിയററ്റിക്കലി പറയാം ഈ ടൈമിൽ എക്സ്പോർട്ട് കൂടാം. കാരണം 85 രൂപ കിട്ടിയതിന് ഇപ്പോൾ 90 രൂപ കിട്ടുന്നു എന്ന് പറയുമ്പോൾ എക്സ്പോർട്ടേഴ്സിന് അത് മോട്ടിവേഷൻ ആവും, എക്സ്പോർട്ട് കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം തിയററ്റിക്കലിയാണ്, ഒറിജിനലി അങ്ങനെ ഉണ്ടാകണം നിർബന്ധമില്ല. ബിക്കോസ് എക്സ്പോർട്ട് കൂടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കണമല്ലോ, കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. ബട്ട് തിയററ്റിക്കലെങ്കിലും പറയാം ഇന്ത്യയുടെ എക്സ്പോർട്ട് കൂടും. ബട്ട് ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇമ്പോർട്ട് ബില്ല് വർദ്ധിപ്പിക്കാനായിട്ടും ഈ ഡിപ്രീസിയേഷൻ ഇടയാക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ 1-2 ആഴ്ച കണ്ടതാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തത്തിൽ ഡള്ളായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഫണ്ടുകളൊക്കെ പുറത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എക്കണോമിക് ഗ്രോത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കാം. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഡിപ്ലീറ്റ് ചെയ്യാനായിട്ടും അത് ഇടയാക്കിയേക്കാം. ഈ പറഞ്ഞ പോസിറ്റീവ്നെസ് FPI പുറത്തേക്ക് പോകുമ്പോൾ അത് നെഗറ്റീവ്സ് ആയിട്ട് മാറാനായിട്ടുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ പഠിക്കാനുണ്ടായിരുന്നത്. ദെൻ അടുത്തൊരു ആർട്ടിക്കിൾ നമ്മുടെ സ്കിൽ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ് ഗ്യാമിഫൈ ഇന്ത്യ സ്കില്ലിംഗ് ഇനീഷ്യേറ്റീവ്സ് എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്തെ യൂത്ത് നേരിടുന്ന ഏറ്റവും വലിയൊരു
പ്രശ്നമാണ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതും. അത് യൂത്ത് മാത്രമല്ല, അൾട്ടിമേറ്റ്ലി നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു വെല്ലുവിളി കൂടിയാണ്. ബിക്കോസ് വി ഓൾ എയിം ടു ബിക്കം ഡെവലപ്ഡ് കൺട്രി ബൈ 2047. വികസിത് ഭാരത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ആ ഒരു കൺസെപ്റ്റിൽ നമുക്ക് പൊട്ടൻഷ്യൽ ജി ഡി പിയിലേക്ക് എത്താനായിട്ട് സാധിക്കണം. പൊട്ടൻഷ്യൽ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആ രാജ്യത്ത് അവൈലബിൾ റിസോഴ്സുകളൊക്കെ വെച്ചിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ജി ഡി പിയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് പൊട്ടൻഷ്യൽ ജി ഡി പി. അങ്ങനെയുള്ള ലെവലിലേക്ക് ഇന്ത്യക്ക് മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആ ഒരു ഡെവലപ്ഡ് കൺട്രി എന്നുള്ള സ്റ്റാറ്റസ് നേടിയെടുക്കാനായിട്ടും അത് സസ്റ്റെയിൻ ചെയ്യാനായിട്ടും ഇന്ത്യക്ക് സാധിക്കത്തുള്ളൂ. നിലവിലെ നമ്മുടെ അവസ്ഥ പ്രകാരം നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് റിസോഴ്സുകൾ ധാരാളമുണ്ട്. ലൈക്ക് മാൻ പവർ റിസോഴ്സസ് അല്ലെങ്കിൽ ഹ്യൂമൻ പവർ റിസോഴ്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിലാണ്. അത് ജനസംഖ്യയുടെ വയസ്സിൽ മാത്രമല്ല, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മൾ പല ക്ലാസ്സുകളും പറഞ്ഞിട്ടുള്ളതും ഒക്കെ തന്നെ കൂടുതൽ ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഏകദേശം 64% ആളുകളും യൂത്ത് എന്നുള്ള കാറ്റഗറിയിലാണ് നിൽക്കുന്നതും ആ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആ ഒരു മീൻ ഏജ് എടുത്ത് നോക്കുവാണെങ്കിലും ഒരു 27-28 ഇയേഴ്സ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഏജിലാണ് ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ ഈ ഒരു ടൈമിൽ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ ഈ മീൻ ഏജ് എന്നുള്ള 27 വയസ്സെന്നുള്ള എല്ലാ കാലഘട്ടത്തും അങ്ങനെ നിൽക്കത്തില്ല. ഇറ്റ് വിൽ ബിക്കം ഓൾഡർ ആൻഡ് ഓൾഡർ. അപ്പോൾ അത് കാലഘട്ടം കഴിയുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ മുമ്പ് ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടതാണ് യൂത്തിന് സ്കിൽ ബേസ്ഡ് അപ്ഡേഷൻസ് കൊടുക്കുക. ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ തന്നെയാണ് നമ്മൾ വിട്ട് കളയുന്ന ഒരു പോയിന്റുമാണ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ അല്ല പ്രാധാന്യം കൊടുക്കുന്നത്. വി ഓൾ ഫോക്കസ് ഓൺ ടു റോട്ട് ലേണിംഗ് അല്ലെങ്കിൽ തിയറി ബേസ്ഡ് ലേണിംഗിനാണ് നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതിനെ മറികടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് ആ ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. എനിവേ, ആ ഒരു ടോപ്പിക്കിലേക്കുള്ള ഒന്ന് രണ്ട് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ലൈക്ക് ഈ വർഷത്തെ എക്കണോമിക് സർവേക്കകത്തൊക്കെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഉണ്ട്. അൺഎംപ്ലോയ്മെന്റ് ആണ് ഒരു കണ്ടേജിയസ് ഇഷ്യൂ എന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഈ വർഷത്തെ എക്കണോമിക് സർവേ ഈ പറഞ്ഞ പോലെ 23-24 എക്കണോമിക് സർവേ പ്രകാരം നോക്കുവാണെങ്കിൽ ഇന്ത്യ നീഡ്സ് ടു ക്രിയേറ്റ് 78.5 lakh ന്യൂ ജോബ്സ് ആണ് ഇൻ നോൺ ഫാം സെക്ടർ ആനുവലി അണ്ടിൽ 2030. 2030 വരെ ഓരോ വർഷവും 78.5 ലക്ഷം പുതിയ ജോലികളായിരിക്കണം ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത്. എങ്കിലേ ഉള്ളൂ നമുക്ക് ആ ഒരു തേർഡ് ലാർജ് എക്കണോമി അല്ലെങ്കിൽ 2047 ഡെവലപ്ഡ് കൺട്രി ഒക്കെ ആയിട്ട് മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേ സ്ഥാനത്ത് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷത്തെ ആ ഒരു പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ റിപ്പോർട്ടിനകത്ത് പബ്ലിഷ് ചെയ്തൊരു കാര്യമാണ് only 21% of Indian youth aged between 15 to 29 years have received vocational or technical training through formal or and informal sources. അതായത് ഇന്ത്യയിലെ യൂത്തിൻ്റെ ഇടയിൽ 21% ആളുകൾക്ക് മാത്രമേ ഉള്ളൂ വൊക്കേഷണൽ ഓർ ടെക്നിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഈ പറഞ്ഞ പഠിച്ചിറങ്ങുന്ന ഏകദേശം 79% കുട്ടികൾക്കും ഈ വക ട്രെയിനിങ്ങുകളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു കമ്പനിയിൽ ജോലി കിട്ടാൻ സാധിക്കുന്നത്? ബിക്കോസ് കമ്പനികൾ നോക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പോലെ തന്നെ അവർ ഈക്വലി പ്രാധാന്യം കൊടുക്കുന്നതാണ് ഈ ട്രെയിനിങ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ കോളേജുകളിലൊക്കെ തന്നെയാണ് നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം. കോളേജിൽ മാത്രമല്ല, സ്കൂളുകളിലാണെങ്കിൽ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് കുട്ടികൾക്ക് ട്രെയിനിങ്സ് പലപ്പോഴും കൊടുക്കാറില്ല. ലൈക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൊടുക്കാതെയാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനികൾ പൊതുവിൽ ഇവരെ ഹയർ ചെയ്യുന്നതിന് ഹെസിറ്റേഷൻ വരും. കാരണം കമ്പനികൾക്ക് അതൊരു എക്സ്ട്രാ ബർഡൻ ആണ്. കാരണം എന്താണ്, ഇവരെ ഹയർ ചെയ്തതിനു ശേഷം വീണ്ടും ജോലിക്ക് എടുക്കുന്ന മുമ്പ് വീണ്ടും അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ, എസ്പെഷ്യലി പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ, അവർ ഓൾവേസ് ഈ പറഞ്ഞ പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. ഇത്തരത്തിലുള്ള എക്സ്ട്രാ പേയ്മെന്റുകൾ അവരുടെ പ്രോഫിറ്റിനെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് കമ്പനികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അധികം ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ ഹയർ ചെയ്യുന്നതിൻ്റെ അളവുകൾ കുറയുന്നതും. ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് ഒരുപാട് അധികം കൂടാനായിട്ടുള്ള ചാൻസുകളും കൂടുതലാണ്. സോ എനിവേ, ഇത് നമുക്ക് ഓവർകം ചെയ്യണം. ഓവർകം ചെയ്യുമ്പോഴേക്കും നമുക്ക് പുതിയ തരത്തിൽ ഈ പറഞ്ഞ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ട്രെയിനിങ് ആയിരിക്കും കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഏതെങ്കിലും മേഖലയിലുള്ള ട്രെയിനിങ് അല്ല കൊടുക്കേണ്ടത്. ഇനി അങ്ങോട്ടേക്കുള്ള കാലഘട്ടത്തിൽ ഏതൊക്കെ മേഖലകളാണോ പ്രാധാന്യം അർഹിക്കുന്നത് ആ മേഖലകളിലായിരിക്കണം കുട്ടികൾക്ക് നമ്മൾ കൂടുതലും ട്രെയിനിങ്സ് കൊടുക്കേണ്ടത്. ലൈക്ക് ഒന്നാമത്തെ പോയിന്റ് ആണ് റിന്യൂവബിൾ എനർജി ആൻഡ് ഗ്രീൻ ടെക്നോളജീസ്. ഇനി അങ്ങോട്ടേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല കൂടിയാണ് ഈ ഗ്രീൻ ടെക്നോളജി അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സെക്ടർ എന്ന് പറയുന്നത്. നമ്മൾ 2030 നമ്മളൊരു അംബീഷ്യസ് ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. 500 ജിഗാവോൾട്ട് കപ്പാസിറ്റിയിലേക്ക് ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി മാറണം എന്നുള്ളത്. അപ്പോൾ ആ മേഖലയിൽ ഒരുപാടധികം ജോലികൾ, എസ്പെഷ്യലി പറഞ്ഞ പോലെ ഏകദേശം 3.5 മില്യൺ ജോബ്സുകളായിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് ഇൻ ദ ഫീൽഡ് ഓഫ് സോളാർ എനർജി, വിൻഡ് എനർജി, അങ്ങനെയുള്ള മേഖലകളൊക്കെ തന്നെ 3.5 മില്യൺ ലക്ഷം ജോലികൾ 3.5 മില്യൺ ജോബുകളായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് കൂടുതലും ഈ പറഞ്ഞ ട്രെയിനിങ്സ് കൊടുക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇന്ത്യസ് AI മാർക്കറ്റ് എന്ന് പറയുന്നത് 2025 ആകുമ്പോഴേക്ക് അടുത്ത വർഷത്തേക്ക് ഏകദേശം $7.8 ബില്യന്റെ വർത്ത് ഉണ്ടായിരിക്കും എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടധികം ഈ പറഞ്ഞ പോലെ ജോലികൾ ഈ മേഖല കേന്ദ്രീകരിച്ചും, ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കോഡിങ്, അതിന്റെ ഈ പറഞ്ഞ പോലെ മെയിൻ്റെനൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ഒരുപാടധികം ജോലികൾ ഈ ഒരു സമയം കാലഘട്ടത്തിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. തന്നെ ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് സസ്റ്റൈനബിൾ മൊബിലിറ്റി 2030 ആകുമ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ വെഹിക്കിൾസിൽ 30% ഇലക്ട്രിക്
ഇലക്ട്രിക് വെഹിക്കിൾസ് ആക്കി മാറ്റണമെന്നാണ് ഇന്ത്യ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഡയറക്റ്റ് ജോബുകൾ 10 മില്യൺ ഡയറക്റ്റ് ജോബുകളെങ്കിലും ക്രിയേറ്റ് ചെയ്തിരിക്കും. ഇൻഡയറക്റ്റ് അതിൽ ഉപരിയായിട്ടുണ്ടാവും. ലൈക്ക് ബാറ്ററി ടെക്നോളജിയിൽ വർക്ക് ചെയ്യാനായിട്ട്, ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട്, ഓട്ടോണമസ് മേഖലകളിൽ വർക്ക് ചെയ്യാനായിട്ട്, എനിക്ക് ഒരുപാടധികം എംപ്ലോയേഴ്സിന് ആവശ്യമായിട്ട് മാറിയേക്കും. അതുകൊണ്ട് ആ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ, സസ്റ്റൈനബിൾ മൊബിലിറ്റി, ആ മേഖലകളിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കണം. അതുപോലെ തന്നെയാണ് ബയോടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽ സയൻസുകളും, പിന്നെ ലോകത്തിന്റെ തന്നെ ഫാർമസി എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാടധികം ജോലികൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ സ്പേസ് ടെക്നോളജി ആൻഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ്, ഇന്ത്യയുടെ ഈ മേഖലകളും വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. 2025 ആകുമ്പോഴേക്കും സ്പേസ് ടെക്നോളജിക്കാണെങ്കിൽ $13 ബില്യൺ മാറാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ലോകത്ത് തന്നെ നമ്മൾ ലോ കോസ്റ്റ് ലോഞ്ചുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രസക്തമാണ് നമ്മുടെ ISROയുടെ വിക്ഷേപണങ്ങൾ. അതുകൊണ്ടാണല്ലോ റീസെന്റ് നമ്മൾ പ്രോബ 3 എന്ന് പറയുന്ന യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സാറ്റലൈറ്റും ഇന്ത്യയുടെ ISROയുടെ PSLV റോക്കറ്റാണ് ലോഞ്ച് ചെയ്തത്. ബിക്കോസ് വി ആർ മോസ്റ്റ്ലി ഫേമസ് ഫോർ ലോ കോസ്റ്റ് ലോഞ്ചസ്, സ്പേസ് ലോഞ്ചസ്. ദെൻ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ 2022 Q1, വിച്ച് മീൻസ് ഫസ്റ്റ് 3 monthsന്റെ ഡേറ്റ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഉണ്ടായത് 18 മില്യൺ സൈബർ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്വാർട്ടറിൽ മാത്രമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ടോട്ടൽ ഇയർ എടുത്തു കഴിഞ്ഞാൽ ഇതിനും വലിയൊരു സംഖ്യയായിട്ട് മാറിയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈബർ അറ്റാക്കുകളൊക്കെ തടയുന്നതിന്റെ ഭാഗമായിട്ട് എത്തിക്കൽ ഹാക്കിംഗ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, സൈബർ ഫോറൻസിക്സ്, ഈ മേഖലകൾക്ക് നമുക്ക് ഒരുപാടധികം പ്രൊഫഷണൽസിന് ആവശ്യമായിട്ട് മാറിയേക്കാം. അപ്പോൾ അതുകൊണ്ട് ആ മേഖലകളിൽ നമുക്ക് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതും അവർക്ക് ജോലി സാധ്യത വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്ന പോയിന്റ്സ് ആണ്. ഈ പറഞ്ഞ പോലെ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഇനീഷ്യേറ്റീവ് ജസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുക: സ്കിൽ ഇന്ത്യ മിഷൻ, അതുപോലെ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, സങ്കല്പ് സ്കീം, തേജസ് സ്കില്ലിംഗ് പ്രൊജക്ട്, അതുപോലെ ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് നമ്മൾ ഒന്നുകൂടെ ഊന്നൽ നൽകി അവതരിപ്പിച്ചിരിക്കുന്ന മോഡൽ സ്കിൽ ലോൺ സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട 5 സ്കീമുകൾ ഏതൊക്കെയാണ്? സ്കിൽ ഇന്ത്യ മിഷൻ, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, സങ്കല്പ് സ്കീം, തേജസ് സ്കില്ലിംഗ് പ്രൊജക്ട്, മോഡൽ സ്കിൽ ലോൺ സ്കീം. ഇത്തരത്തിലുള്ള സ്കീമുകളൊക്കെ തന്നെ ഗവൺമെന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഇനീഷ്യേറ്റീവ് ചെയ്തിരിക്കുന്നതാണ്. ഇതെല്ലാം ഇനീഷ്യേഷൻ ഒക്കെയാണ്. ബട്ട് ഇതിന്റെ ഫർദർ ഓൺ ഫെയിലിയർ ആയി പോകുന്ന പലപ്പോഴും ഇംപ്ലിമെന്റേഷൻ ലെവലിലും എക്സിക്യൂഷൻ ലെവലിലൊക്കെയാണ് പലപ്പോഴും ഫെയിൽ ആയി പോകുന്നത്. ഓരോ വർഷവും ഇതിന്റെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് കണക്കുകൾ എടുക്കാതിരിക്കുക, എത്രത്തോളം നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു, അങ്ങനെയുള്ള അപ്ഡേഷൻസ് ഒക്കെ നടത്താതെ പോകുന്നതാണ് ഇങ്ങനെയുള്ള മിഷനുകളൊക്കെ പലപ്പോഴും ഫെയിൽ ആകാൻ ഇടയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി മനസ്സിലാക്കി, എന്താണോ ആവശ്യമുള്ളത് അത് മനസ്സിലാക്കി കൃത്യമായിട്ടും കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ 2030 ആകുമ്പോഴേക്കും എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ ഒരു 78.5 ലക്ഷം ജോലികളെല്ലാം ഓരോ വർഷവും ഈ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചെയ്യാനായിട്ടും, അതുവഴി 2047 ആകുമ്പോഴേക്കും നമുക്ക് ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നമുക്ക് കൃത്യമായിട്ട് എക്സാം വ്യൂ പോയിന്റിൽ പഠിക്കാനുണ്ടായിരുന്നത്. ദെൻ നമ്മുടെ ഒരു 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. ഇത് രണ്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പറഞ്ഞ പോലെ ആൻസർ ചെയ്താൻ പറ്റുന്നതാണ്. എളുപ്പമുള്ളൊരു ഏരിയയാണ്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഈ പറഞ്ഞ കൃത്യമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.